ഹായ് ഗായ്സ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുനന്ദ അശ്വിനെയും കൂട്ടി ഭാസ്കരന്റെ വീട്ടിൽ വരുന്നു. അവർക്ക് വിരുന്നൊക്കെ ഒരുക്കി എല്ലാവരും സന്തോഷമായി. അവർ പോകാൻ ഒരുങ്ങുമ്പോൾ നിധി സുധീഷിനോട് പറയുന്നത്, സുനന്ദ വിരുന്നു വന്നതല്ലേ, അവർ തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലും കൊടുത്തയക്കണ്ടേ, അതല്ലേ ഒരു രീതി എന്ന്. അത് കഴിഞ്ഞ് സുനന്ദ നിധിയെ കെട്ടിപ്പിടിച്ച് ചെവിയിൽ പറയുന്നത്, സുഭാഷേട്ടനെ നന്നായി നോക്കണം, എത്രയും വേഗം ഒരു കല്യാണം കഴിപ്പിച്ചു വിടണം എന്ന്. നിധി മൗനമായി സമ്മതം മൂളുന്നു. പിന്നീട് നിലവിളക്കിനു മുന്നിൽ നിന്ന് തൊഴുകുമ്പോൾ ഭാസ്കരൻ കുറച്ചു കാശ് അശ്വിന്റെ കയ്യിൽ കൊടുത്തിട്ട്, ഇത് കൊണ്ടുപോയി ഒരു സിനിമ കാണണം, മനസ്സിന് സന്തോഷം തരുന്ന സിനിമ, ജീവിതം മുഴുവൻ പിന്നെ ആ സിനിമ പോലെയാവണം എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുന്നു. പഴയ പോലെ പിറ്റേന്ന് സുഭാഷ് അടുക്കളയിൽ കയറി ജോലി ചെയ്യുമ്പോൾ നിധി സുധീഷിനോട് പറയുന്നത്, സുനന്ദ നല്ലൊരു കുടുംബത്തിലേക്കാണല്ലോ പോകുന്നത് എന്ന് കണ്ടപ്പോൾ സുഭാഷേട്ടൻ ഹാപ്പിയായി. സ്വന്തം സന്തോഷത്തെക്കാൾ ഉപരി അവൾ സന്തോഷമായിരിക്കുന്നത് കണ്ടപ്പോൾ സുഭാഷേട്ടന്റെ മനസ്സ് തൃപ്തിയായി എന്ന്. അത് കേൾക്കുമ്പോൾ സുധീഷിനും സന്തോഷമാവുന്നു. അതേസമയം സുനന്ദയുടെ വീട്ടിൽ സുനന്ദയെയും അശ്വിനെയും ആരതിയൊഴിഞ്ഞ് അമ്മ യാത്രയാക്കുന്നു. സുനന്ദയുടെ മുഖത്ത് സങ്കടം തന്നെയാണ്. സുനന്ദ കിളിക്കൂട് വിട്ടു പോകുമ്പോൾ നമുക്കും സങ്കടം വരുന്നുണ്ട്. ഇനി അടുത്തത് സുഭാഷിന്റെ കല്യാണമാണ് കിളിക്കൂട്ടിൽ വരാനിരിക്കുന്നത്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങൾ. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.